ഞാൻ പോവാണ്. ഞങ്ങൾ കോഴിക്കോട് പോവാണ് കേട്ടോ. എന്താന്ന് വെച്ചാലേ മോളൂന്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ കോളേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. പക്ഷെ ഇപ്പോഴും ഒന്നും ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ. ആദ്യം എന്താ പറഞ്ഞ അവള് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എന്നാണ്. ഇപ്പോൾ ഏവിയേഷൻ പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കോഴിക്കോട് ഒരു കോളേജ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ അവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ്, എന്നിട്ട് തീരുമാനിക്കാം. ഗുഡ് ഫാദർ അല്ലേ? ഋഷുവർക്ക് ഏറ്റവും ഇഷ്ടം ആരേ? പപ്പനല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് പപ്പനയാണ് അല്ലേ? പപ്പക്ക് വേണ്ടിട്ടല്ലേ സപ്പോർട്ട് ചെയ്യല്? ശരിക്കും ഇങ്ങനെ എന്താണെന്നറിയോ, നമ്മള് +2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ വേണം. +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. മോളൂന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞ് ഏവിയേഷനിലേക്ക് പോയി. അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ശരിക്കും ആദ്യം തന്നെ വേണം. ഞാൻ പറയണേ നല്ല ചൂടില്ലേ, അപ്പൊ ഇക്ക പറയാ ചൂടാവാൻ വേണ്ടി കണ്ട് AC ഒന്നും ഇടാൻ നിൽക്കാണ്. നല്ല തണുത്ത കാലാവസ്ഥ അല്ലേ? എനിക്ക് എന്താന്നാ രാവിലെ കോഫി അടിച്ചുട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇക്ക പറഞ്ഞു ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ കോഫി കുടിച്ചപ്പോ ശേഷം തുടങ്ങിയത് നല്ല ചൂട്, ശരീരം ഇങ്ങനെ ഹീറ്റ് ആവുക. പിന്നെ വണ്ടിയിൽ AC ഇട്ടില്ലേ, പിന്നെ AC ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങാടിപ്പുറം നല്ല ബ്ലോക്കാണ് കേട്ടോ. പിന്നെ എന്തോ അങ്ങനെ തന്നെയാണ്. ഒരു 10 മിനിറ്റ് പിടിക്കൂലേ അവിടെ? നല്ല 2 വരി 3 വരി ആയിട്ടൊക്കെയാണ് വണ്ടികൾ പോണത്. നമ്മളെ ഈ പാലത്തിലൂടെ 2 വരിയായിട്ട് പോവാനുള്ള ഒരു ഗ്യാപ്പില്ല, ചെറിയ പാലായതുകൊണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മളെ മാനത്തുമംഗലം ഒറാടംപാലം ബൈപ്പാസ് വരിക തന്നെ വേണം അല്ലേ? എന്നാലുള്ള ഇവിടുത്തെ ബ്ലോക്കിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാര് നന്നായിട്ട് പരിശ്രമിക്കണം. വിഷു സ്കൂൾക്കും കൂടി പോവാതെ ഫോണുമ്മയും കളിച്ചിരിക്കുക കേട്ടോ. ഒരു ബ്ലോക്കും ഒന്നും ഒരു വിഷയമല്ല അല്ലേ? നല്ല സന്തോഷായില്ലേന്ന്? എന്തിയേ? അല്ല, ഒരു ചെക്കൻ പറഞ്ഞിന്റെ ക്ലാസ്സിൽ ഞങ്ങളെ ബെഞ്ചിലേ കുട്ടീന്റെ ഇന്റെ അല്ല കേട്ടോ, ഇന്റെ സാധാരണ ലീക്ക് അടിച്ച പേന അത് കളഞ്ഞു. പിന്നെ ഏതോ കുട്ടീന്റെ പേന ലീക്ക് അടിച്ചു ഓണാകെ ബെഞ്ചുമാക്കി. എന്നിട്ട് ഞങ്ങളെ മുന്നിലുള്ള ബെഞ്ചില് നാളെ ഇന്ന് അവിടെ ലയിക്കാ പോലെ പറഞ്ഞു. നാളെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഇത് വൃത്തിയായി തന്നെ. അപ്പൊ ഞാനിപ്പോ രക്ഷപ്പെട്ടു ഇല്ല. എന്നാലും നൂഡിൽസ് ഒക്കെ ആണല്ലേ? തൃശ്ശൂര് നൂഡിൽസ് ഒക്കെ പറ്റുള്ളൂ. ഫോണിൽ ഒന്ന് എനിക്ക് ആധാർ കാർഡ് അറ്റ്ലീസ്റ്റ് ഒന്ന് അയച്ചു. അപ്പൊ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ അടുത്ത് ഹോസ്റ്റലുണ്ട്, അപ്പൊ അത് കാണാൻ പോവാണ്. പറഞ്ഞൊരു ഹോസ്റ്റൽ ഇതാണ് കേട്ടോ. 2-3 ഹോസ്റ്റൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ ഉള്ളിലുള്ള ആരുമില്ല. എങ്ങനെ ടിക്ക വാരിയല്ലേ മന്തി? ഹോസ്റ്റലിന്റെ കാര്യത്തിലായിട്ട് എന്താ തീരുമാനിച്ചു? തന്നെ തീരുമാനിച്ചിട്ടില്ല. മന്തി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഡെസേർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെയിറ്റ് ചെയ്യാണ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഐസ്ക്രീം സ്കോപ്സ് ആണ്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ടാണ് എന്താ പറയാ ഹോസ്റ്റൽ ഹണ്ട് ചെയ്ത് പോവാണ്. ഞാൻ നല്ല ഹാപ്പിയാ സത്യം പറയാം. ഇല്ല, അങ്ങനെ ഹോസ്റ്റലൊക്കെ കണ്ടു മടങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ നമ്മള് ഫീസൊക്കെ അടച്ചോട്ടോ, 1 മാസത്തേക്കുള്ളത് അതന്നെ ഫിക്സ് ചെയ്തു. ഹോസ്റ്റലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. +2
കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യണത്, ഏത് കോഴ്സാണ് എടുക്കണമെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ. കുറെ കമന്റുകളും വന്നിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർ പിന്നെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫൈനലി ഞാൻ ഉറപ്പിച്ചു, ഞാൻ പോവുകയാണ്. അപ്പൊ എന്താ വെച്ചാല് BBA in Aviation with IATA പറഞ്ഞിട്ടുള്ള കോഴ്സാണ് കേട്ടോ ഞാൻ എടുത്തിക്കണത്. അപ്പൊ കോഴിക്കോടില് നീർജിയിലാണ് ഞാൻ ചേർന്നിക്കണത്. അപ്പൊ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റല് ഓരോതായിട്ടുള്ള ഹോസ്റ്റലല്ല, പക്ഷെ ടൈപ്പ് ഒരു ഹോസ്റ്റലിലാണ് കേട്ടോ ഞാൻ നിൽക്കാൻ പോണത്. പക്ഷെ ഇതിന് മുന്നേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ മൂന്നാറ് BSc in ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ കോഴ്സ് എടുക്കുകയാണ്, അതാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അത് പിന്നെ വേണ്ട വെച്ചു. അത് സംഭവം എന്താ വെച്ചാ, ഫസ്റ്റ് എനിക്ക് മെയിൻ ആയിട്ടുള്ള അതിന്റെ എയിം എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആവണം എന്നാണ് കേട്ടോ. അപ്പൊ ഞാന് +2 കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ ആവാൻ പറ്റും, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട്. പിന്നെ ഞാൻ കരുതി +2 മാത്രം കഴിക്കണ്ട, ഒരു ഡിഗ്രി എന്തായാലും എടുക്കാൻ. പോരാത്തിന് ഞാൻ ഭയങ്കര ഹൈറ്റാണ്, ഞാൻ ഹൈറ്റ് ഇല്ല. അപ്പൊ ക്യാബിൻ ക്രൂ ആവാന് ഒരു സർട്ടൈൻ ഹൈറ്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ അത്രക്കില്ല. അപ്പൊ ഞാന് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹൈറ്റ് ഇല്ല, ഇനിയിപ്പൊ ക്യാബിൻ ക്രൂ ഒഴിവാക്കാന് എനിക്ക് തോന്നണില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തതാണ്. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം അല്ലാതെ ഞാന് അന്തല്ലാതെ നിൽക്കുന്നു. അപ്പൊ പിന്നെ എന്തിനാ പിന്നെ വെറുതെ ഇഷ്ടമല്ലാത്തൊരു കോഴ്സ് എടുക്കണത്? ഇത് അറ്റ്ലീസ്റ്റ് ഞാന് എന്റെ ക്യാബിൻ ക്രൂവിന് വേണ്ടി ട്രൈ ചെയ്യണം, അതെന്നെ കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിൽ എനിക്ക് പോവാലോ. അങ്ങനെയാണ് ഞാന് ഓക്കെ ക്യാബിൻ ക്രൂ എന്നെ ഫിക്സ് ആക്കിയത് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ കരുതി ഇനിയിപ്പോ ഹൈറ്റ് ഒക്കെ കൂട്ടണം, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഡിഗ്രി എന്തായാലും ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ കരുതിയാണ് നോക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി എടുക്കാൻ വെച്ചു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറെ ക്യാബിൻ ക്രൂ ആൾക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു. അപ്പൊ ഓര് പറഞ്ഞു ഇങ്ങനെ സർവീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഒന്നിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ സർവീസ് അതൊക്കെ റിലേറ്റഡ് ആണല്ലോ. പിന്നെ നമുക്ക് കുറെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ പ്ലീസിങ് ബിഹേവിയർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാലോ. പിന്നെയുള്ള കോഴ്സ് BBA in Aviation. അപ്പൊ ഞാൻ എന്താ അതിനെപ്പറ്റി കരുതി വെച്ചാല് ഇതിനിപ്പോ മാത്സ് ഒക്കെ ഉണ്ടാവും, കുറെ പഠിക്കാനുണ്ടാവും. അവസാനം ഞാൻ ഇതിങ്ങനെ പഠിച്ചു. ക്യാബിൻ ക്രൂമാർക്കുള്ള കാര്യങ്ങൾ നോക്കൂല, അതായത് ഹൈറ്റ് കൂട്ടാനുള്ളതോ അല്ലെങ്കിൽ അതിന്റെ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഇന്റർവ്യൂസിന്റെ ഇത് കാണണം, അതൊന്നും നടക്കൂല. ഞാൻ പിന്നെ ഇതുമ്മക്ക് മാത്രമായി തിരിയും കരുതിങ്ങാണ്ടാണ് സംഭവം. ഞാനെന്നാ BBA in Aviation വേണ്ട, പോലെ അതിൽ മാത്സ് ഉണ്ട്, അങ്ങനെ കരുതിയത് വേണ്ട വെച്ചത്. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റിന്റെ സിലബസ് നോക്കുമ്പോ അങ്ങനെ ഇടങ്ങേറുള്ള സിലബസ് ഒന്നും അല്ലേലും. അങ്ങനെയാണ് ഞാൻ മൂന്നാറിൽ ചേർന്നത്. പിന്നെ ഞാനിങ്ങനെ അതിന്റെ BBA in Aviationന്റെ ഇത് ഞാൻ അവിടെ പഠിക്കണ ഒരു കുട്ടീനെ വിളിച്ചു നോക്കി. അപ്പൊ ആ ടൈമിൽ ആ കുട്ടിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഓൾ അവിടെ പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ പറയണ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടി എങ്ങനത്തെ ഒരു കോഴ്സാണ് നോക്കണത്, അതിന് പറ്റിയ ഒരു ഡിഗ്രി എന്ന്. കാരണം ക്യാബിൻ ക്രൂ ആവാന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിലൊരു ഇംഗ്ലീഷ്, ഹിന്ദി അത് മെയിനായി പഠിപ്പിക്കുന്നുണ്ട്. പോരാത്തിന് വേറെ ലാംഗ്വേജ് ആയിട്ടുള്ള ഫ്രഞ്ച്, ജർമ്മൻ, അത് ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. പോരാത്തിന് ഗ്രൂമിങ് അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ക്രാക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവലുണ്ട്. നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ആവണം. അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആവണ കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഇതായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് മനസ്സിലായി. പക്ഷെ മൂന്നാറില് ഞങ്ങൾ അവിടെ ചേർന്നത് കൊണ്ടൊരു 28 കറക്റ്റ് ചെയ്തു. ഇനിയിപ്പോ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു മോനത്തരം പറ്റിയൊന്നും മൂന്നാർ കോളേജിന്റെ ചുരുക്കിട്ടുള്ള തന്നെ ഞാൻ ഒറിജിനൽ ആയിട്ട് ഈ കോഴ്സ് എടുക്കണം എന്നാ കരുതിയില്ല, ഇനി മൂന്നാർ കോഴ്സ്. പിന്നെ ഇതിന്റെ കേട്ടു. അപ്പൊ അങ്ങനെ പിന്നെ മൂന്നാർ കുറെ ദൂരില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഇതായിരുന്നു ഇങ്ങനെ എന്റെ അമ്മമാരെ കാണാൻ ഇന്നലെ ഞാൻ പോയിട്ടോ. ഇമ്മമ്മ എന്നോട് പറയണേ, 37 എന്നും നിസ്കരിച്ചെന്നെ പ്രാർത്ഥിച്ചുത്രേ ഞാൻ മൂന്നാർക്ക് പോവരുത്, അത് ഒഴിവാവണേന്ന്. തന്നെ അതേപോലെ നടന്നു. ഞാനും കേട്ടിരുന്നാലും ഇപ്പൊ അത്രയും ഉറപ്പിച്ച് വെച്ച് പോവാൻ നിൽക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരാഴ്ചന്റെ ഉള്ളിൽ തീരുമാനം കണ്ടുള്ള പോക്കാണ്, മറ്റേന്റെ പോലെ അല്ല. ഇപ്പൊ മനസ്സിലായി ഇമ്മമ്മ പ്രാർത്ഥിച്ചിട്ടാണ്. ഇനിയിപ്പൊ എന്തെന്നെ പറഞ്ഞാലും ഇമ്മമ്മ പ്രാർത്ഥിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പൊ ഞാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പോണേ. എനിക്ക് ആകെ ഒരാഴ്ച NSS നിന്നൊരു പരിചയമുള്ളൂ. അന്ന് തന്നെ കടന്ന് മോങ്ങി സീനാക്കിയത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഇനി അറിയില്ല, അള്ളാഹ്ക്കറിയാം എന്താ ഉണ്ടാവാൻ പോണത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മോളുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അവളുടെ പുതിയ കോളേജിൻ്റെയും ഹോസ്റ്റലിൻ്റെയും ഒക്കെ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.